ഹായ് എവരിവൺ. നെക്സ്റ്റ് വീക്കിലേക്കുള്ള നിഫ്റ്റിയുടെ ഒരു മാർക്കറ്റ് അനാലിസിസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറേ നാളായിട്ട് മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ പോലും ലാസ്റ്റ് 2 വീക്കായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് മൂവ് ചെയ്തത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് മാർക്കറ്റ് ഏകദേശം 22,000 ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് പോകുമായിരുന്നു. അതിനുശേഷം ഇപ്പം നിൽക്കുന്ന ഒരു 4 days ആയിട്ട് മാർക്കറ്റ് ഇവിടെ സൈഡ് വേസ് കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ മൺഡേ നമുക്ക് ഹോളിഡേ ആണ്. അതിനുശേഷം വളരെ കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് വീക്കിൽ. ഒരു ഡേയ്സിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 23,650 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റിന് നല്ല രീതിയിൽ അപ്സൈഡ് മൂവ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. നല്ല മുള്ളിഷായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ഇത്രയും നല്ല രീതിയിൽ റാലി നടത്തിയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഡിപ്പുകൾ തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഡിപ്പുകൾ എത്രത്തോളം പ്രോബബിലിറ്റിയിൽ കിട്ടും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. 23,650 എബോവ് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ എക്സ്പെക്ട് ചെയ്യാം. 23,850 ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന April 1 എന്ന് പറയുമ്പം ആ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് എബോവ് നിങ്ങൾക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാം. ഈവൻ ഡിപ്പിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ റിവേഴ്സൽ ടൈപ്പ് ഓഫ് എൻട്രീസ് കൺസിഡർ ചെയ്യാം, ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ട്. April 1 എന്ന് പറയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റാർട്ടിങ് കൂടിയാണ്. അപ്പോൾ ഒരുപാട് മേ ബി സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബൈങ് വരാനുള്ള പ്രോബബിലിറ്റി മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ മാർക്കറ്റിൽ ട്രേഡുകൾ പ്ലേസ് ചെയ്യാൻ.